ഈയൊരു ചെറിയ രാജകുമാരി 3 ദിവസമായി ഒന്നും കഴിച്ചിട്ടില്ല. ആ കാഴ്ച കണ്ട രാജാവ് മകളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവിടുത്തെ ഹെഡ് ഷെഫിനോട് ഉടനെ ഒരു പരിഹാരം കണ്ടെത്താൻ പറഞ്ഞു. അപകടം മനസ്സിലാക്കിയ ഹെഡ് ഷെഫ് രാജകുമാരിക്ക് മധുരമുള്ള ഭക്ഷണമാണ് വേണ്ടത് എന്ന് കരുതി അവൾക്ക് വേണ്ടി ഒരു ഡെസേർട്ട് നിർമ്മിക്കാൻ തീരുമാനിച്ചു. അവൾ 3 മുട്ട പൊട്ടിച്ച് അതിൽ ആവശ്യത്തിന് പഞ്ചസാരയും പാലും ചേർത്ത് അത് കൃത്യമായി ചൂടാക്കിയെടുത്തു. പക്ഷേ പിന്നിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടിക്ക് ആ ഷെഫ് ചെയ്യുന്നത് മണ്ടത്തരമാണെന്ന് മനസ്സിലായി. അവരോട് കാര്യം പറയാൻ നോക്കിയെങ്കിലും ആ കിച്ചണിലുള്ള ആരും തന്നെ ആ പെൺകുട്ടിയെ കാര്യമാക്കിയില്ല. അവരുണ്ടാക്കിയ മധുരമുള്ള ഭക്ഷണവുമായി അവർ ആ രാജകുമാരിയുടെ മുന്നിലേക്ക് എത്തി. ആകാംക്ഷയോടെ ആ രാജകുമാരി ആ ഭക്ഷണം വായിൽ വെച്ചത് കണ്ട് എല്ലാവർക്കും സന്തോഷമായെങ്കിലും തൊട്ടടുത്ത നിമിഷം ആ ഭക്ഷണം ഇഷ്ടപ്പെടാതെ അവൾ ആ സ്പൂണ് താഴെയിട്ടു. ആ കൊട്ടാരത്തിലെ കാര്യസ്ഥൻ ആ ഒരു ഹെഡ് ഷെഫിനെ വിളിപ്പിച്ച് അവളെ വല്ലാതെ ചീത്ത പറഞ്ഞു ഇനിയും അതിനൊരു പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ എന്നെ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞു. ഈ സമയം കാര്യം മനസ്സിലാക്കി പെൺകുട്ടി ആരും കാണാതെ സ്റ്റോറേജ് റൂമിലേക്ക് ചെന്ന് അവിടുത്തെ സോസ് എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കി. വിചാരിച്ചതുപോലെ ആ സോസിൽ നിന്നുമെല്ലാം ഒരു വിചിത്രമായ മണം വരുന്നുണ്ട്. അവളും കൂട്ടുകാരിയും ഓടിച്ചെന്ന് ഹെഡ് ഷെഫിനോട് കാര്യം പറഞ്ഞു രാജകുമാരിക്ക് ഭക്ഷണം വെക്കാനുള്ള പെർമിഷൻ വാങ്ങിച്ച് ആ രാജകുമാരിക്ക് വേണ്ടി സാധാരണ ഒരു കഞ്ഞി മാത്രം കൊണ്ടുവന്നു. ദേഷ്യം വന്നവിടുത്തെ കാര്യസ്ഥൻ രാജകുമാരിക്ക് കഞ്ഞിയാണോ കൊണ്ടുവരുന്നതെന്ന് ചോദിച്ച് അവരോട് ദേഷ്യപ്പെട്ടെങ്കിൽ ആ ഒരു രാജകുമാരി ഒരു പ്രശ്നവുമില്ലാതെ ആ കഞ്ഞി കുടിക്കാൻ ആരംഭിച്ചു. കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അവിടെ പെയ്ത മഴയിൽ അവരുടെ സ്റ്റോറേജ് റൂമിലേക്ക് വെള്ളം ഇറങ്ങി ഭക്ഷണങ്ങളിലെല്ലാം ഒരു വിചിത്രമായ നാറ്റം വന്നിരുന്നു. മണം കാരണമാണ് രാജകുമാരി ഭക്ഷണം ഒന്നും തൊടാതിരുന്നതും.